കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI UDF-SEF പ്രവർത്തകർ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിനിടയിൽ SFIയുടെ യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആദിശ കൃഷ്ണനെ പോലീസ് തടഞ്ഞുവെച്ചത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. SFI നേതാക്കൾ പോലീസിനെതിരെ വലിയ ആക്ഷേപമുന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആദിശ യുവജന കമ്മീഷന് പരാതി നൽകിയത്. ആദിശ നമ്മളോടൊപ്പമുണ്ട്. യുവജന കമ്മീഷന് പരാതി നൽകി. എന്താണ് അതിനകത്തുള്ള തുടർ നടപടി എന്ന രീതിയിൽ യുവജന കമ്മീഷൻ പറഞ്ഞത്? യുവജന കമ്മീഷന് അന്ന് നടന്ന സംഭവം എനിക്ക് മീഡിയന് അകത്ത് ഉൾപ്പെടെ സൈബർ ആക്രമണം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു പരാതിയും ഇല്ലാതെ തന്നെ ഒരു കുറ്റവാളിയെ പോലെ 5-6 വനിതാ പോലീസുകാർ എന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചു വെക്കുകയും മീഡിയക്ക് മുന്നിൽ അവഹേളിക്കപ്പെടുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് യുവജന കമ്മീഷന് പരാതി കൊടുത്തിട്ട്. അതുപോലെ തന്നെ കണ്ണൂർ ടൗൺ SI ആയിട്ടുള്ള ദീപ്തി മാമിന് അടക്കം എതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിചാരണ ഇന്നലെ നടന്ന സമയത്ത് ദീപ്തി മാഡം ആ വിചാരണയിൽ പങ്കെടുക്കുകയുണ്ടായില്ല. അപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള രീതിയിലാണ് കമ്മീഷൻ്റെ ഒരു നീക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീപ്തി മാഡത്തിനെ പ്രത്യേകമായി തൃശ്ശൂരേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു വിചാരണയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. അതായത് ഇത്തരത്തിലുള്ള ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രദർശന വസ്തുവായി മാറ്റുന്ന രീതിയിലാണ് പോലീസ് ആ ഘട്ടത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് പരാതി. അതെ, ഒരു കുറ്റം പോലും ചെയ്യാണ്ട് അങ്ങനെ അവരെന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിടിച്ചു വെച്ചത് എന്നാണ് പറയുന്നത്. മറ്റ് UDSF MSF പ്രവർത്തകർക്ക് മുന്നിൽ നിന്ന് എന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിടിച്ചു വെച്ചത് എന്നാണ് യുവജന കമ്മീഷന് മുമ്പാകെ ഇന്നലെ അവർ വിചാരണ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ പിടിച്ചു വെക്കുകയാണ് എങ്കിൽ എന്നെ സേവ് ചെയ്യുന്നതിന് പകരം എന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തപ്പെടുകയാണ് വേണ്ടത്. അതിലുപരി ഈ മീഡിയക്കാരിൽ നിന്നൊരു പ്രദർശന വസ്തു ആക്കുന്നതിന് പകരം എന്നെ അവർക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറയാമായിരുന്നു. അതുമാത്രമല്ല, ഒരു പരാതിയും കൂടാതെ അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥൻ്റെ മുന്നറിയിപ്പ് വേണം ആ കുട്ടിയെ പിടിച്ചു വെക്കുന്ന രീതിയിൽ. അങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് പെട്ടെന്ന് ഒരു ബൂത്ത് ഏജന്റിന്റെ കയ്യിൽ നിന്ന് കണക്ക് ശേഖരിച്ച് തൻ്റെ പ്രവർത്തകർക്ക് കൊടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പിടിച്ചു സംഭവം. ആദിശയെ മാനസികമായി വളരെയധികം വേദനിപ്പിച്ചു. അതെ, എൻ്റെ വീട്ടുകാരടക്കം അമ്മയെല്ലാം ന്യൂസ് ചാനൽ കണ്ട് അമ്മയെല്ലാം അബോധാവസ്ഥയിലാകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. മാനസികമായിട്ട് വേദന ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിനെതിരെ പോരാടി തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു പേപ്പർ അവിടെ നിന്ന് പിടിച്ചു പറിച്ചോടുകയും ആദിശ പിന്നീട് ഓടിപ്പോകുന്നൊക്കെ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പരാതിക്ക് അടിസ്ഥാനമായ എന്തെങ്കിലും സംഭവം ആ ഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പറയുന്നത് ഇവിടെ ബൂത്ത് ഏജന്റ് അടുത്ത് നിന്ന് കണക്ക് ശേഖരിച്ച് SFI പ്രവർത്തകരുടെ അടുത്ത് കൈമാറുന്ന അവസ്ഥയിലേക്ക് ആ പേപ്പറും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇവർ ഒരു കുട്ടിയുടെ കാസർഗോഡ് ഒരു MSFൻ്റെ UUC കാർഡ് തട്ടിപ്പറിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് അവർ ലഭിച്ചിട്ടില്ല. ഒരു തെളിവില്ല. അങ്ങനെ ഒരു സാധനം വെറും ഒരു ആരോപണത്തിന്, ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പുറത്ത് മാത്രമാണ് അവരങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെയൊക്കെ. അത് തന്നെയാണ് എൻ്റെ പരാതി. സൈബർ ആക്രമണം അടക്കമുണ്ടായിട്ടുണ്ട്. അവർ മീഡിയക്ക് മുന്നിൽ എന്നെ പ്രദർശന വസ്തുവാക്കി വെച്ചതുകൊണ്ടാണ് ഇത്രയും ലോകം മുഴുവൻ അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കമൻ്റെല്ലാം വായിച്ചാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഒരു കരുതിക്കൂട്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആരുടെയും ഒരു വാക്ക് കേട്ട് ഒരു ബോധപൂർവ്വം ഇൻറ്റൻഷനോടുകൂടി ചെയ്തതാണെന്നൊക്കെ കരുതുന്നുണ്ടോ? ഒരു MSF പ്രവർത്തകരും UDSF പ്രവർത്തകരും അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടി അങ്ങനെ ചെയ്തു, അവളെ വിടാൻ വേണ്ടി പാടില്ല, പിടിച്ചു വെക്ക്. ഒരു പോലീസ് മേധാവിയുടെ ഉത്തരവല്ല ആ പോലീസുകാർ കേട്ടത്. അവിടുന്ന് പറയുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെ അവർ പറയുന്നത് കേട്ടിട്ടാണ് എന്നെ പിടിച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടായത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് ആദിശ ഉൾപ്പെടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം. യുവജന കമ്മീഷന് പരാതി നൽകി. ആ സിറ്റിംഗിൽ ഈ ആരോപണ വിധേയയായിട്ടുള്ള ദീപ്തി SI ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള സിറ്റിംഗിൽ ഹാജരാകണമെന്നാണ് യുവജന കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനകത്ത് ഒരു നടപടി ഉണ്ടാവും എന്നുള്ളതാണ് SFI പ്രവർത്തകരോടൊപ്പം തന്നെ ആദിശയും പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുബേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്. ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.